പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിപാവനമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഒരു പ്രാവശ്യം കൂടെ കർത്തൃസന്നിധിയിൽ ചേർന്നിരുന്ന് അവിടുത്തെ സ്വർഗീയ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയാം. ആരാണ് ഭാഗ്യവാനെന്ന മനോഹരമായ ചോദ്യത്തിൻ്റെ ഉത്തര പരമ്പരകളാണല്ലോ നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശുമശിഹായുടെ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള അഷ്ടഭാഗ്യങ്ങളെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് മറ്റൊരു ഭാഗ്യവാനെ നാം പരിചയപ്പെടുകയാണ്. യേശുക്രിസ്തു ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ കർത്താവ് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്നാണ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാർക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യം എന്താണെന്നും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് സത്യത്തിൽ ഹൃദയശുദ്ധിയുള്ളവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായി വിലയിരുത്തപ്പെടേണ്ടത്. ഈ ലോകത്ത് ജീവിച്ചു, ലോകത്തെ കണ്ടു, ലോകത്തുള്ളവരെ കണ്ടു, ലോകമയമായതൊക്കെ കണ്ടു. ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് ഒരർത്ഥം? ദൈവത്തെ കാണാൻ കഴിയുന്നതല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിപൂർണത. ദൈവത്തെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിക്കണം. അതിനു വേണ്ട മാനദണ്ഡമാണ് യേശുക്രിസ്തു പറഞ്ഞത്: ഹൃദയശുദ്ധിയുള്ളവരാവുക. ഹൃദയമെന്ന് പറയുമ്പോൾ ദൈവമക്കളെ, മുൻപച്ചൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇടതു നെഞ്ചിന് താഴെ വലതു കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ ഉള്ളത്രയും വലിപ്പത്തിലിരുന്ന് മിടിക്കുന്ന, ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തെക്കുറിച്ചല്ല. മനുഷ്യൻ്റെ വിചാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായ ഹൃദയത്തെക്കുറിച്ചത്രേ ഇവിടെ സംസാരിക്കപ്പെടുന്നത്. ആ ഹൃദയത്തെക്കുറിച്ചാണ് വേദപുസ്തകം അനേകവട്ടം ആവർത്തിച്ചിട്ടുള്ളത്. പ്രവാചകൻ എഴുതുന്നു, മനുഷ്യൻ്റെ ഹൃദയം വളരെ വിഷമമുള്ളതാണ്, അത് കയ്പേറിയതാണ് എന്നിങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. കാപട്യമുള്ളതാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് 51-ാമത്തെ സങ്കീർത്തനത്തിൽ: കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്ന്. അപ്പോൾ ആന്തരിക ഹൃദയം, വിചാരങ്ങളുടെ കേന്ദ്രമായ ഹൃദയം മലിനപ്പെട്ടു പോയി എന്ന അവബോധത്തിൽ നിന്നാണ് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയം കളങ്കപ്പെട്ടിരിക്കുന്നു, മലിനപ്പെട്ടിരിക്കുന്നു. വ്യഭിചാര ചിന്തയാലും കൊലപാതക ചിന്തയാലും അത് അശുദ്ധമായിരിക്കുന്നു. വക്രതയാലും വഞ്ചനയാലും ചതിയാലും അത് വഷളായി തീർന്നിരിക്കുന്നു. അതിൽ നീതിയുടെ കണിക പോലുമില്ല, അതിൽ സത്യമില്ല, അതിൽ നന്മയില്ല. ആ ഹൃദയം എനിക്ക് വേണ്ട ദൈവമേ. ആ ഹൃദയത്തെ എന്നിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഹൃദയനില എന്താണ്? ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയനിലയൊക്കെ പരിശോധിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കരാണ്. സ്വന്തം ഹൃദയനില എന്താണെന്ന്, സ്വന്തം വികാരങ്ങളും എന്താണെന്ന്, അതിനാൽ താൻ എത്രത്തോളം മലിനപ്പെട്ടിരിക്കുന്നു എന്ന്, എത്രത്തോളം കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അന്തരാത്മാവിലേക്ക് ദൈവമക്കളെ പാപത്തെ വലിച്ചു കയറ്റുമ്പോൾ, മനനമണ്ഡലത്തിൽ അശുദ്ധി മാത്രം ചിന്തിച്ചു കൂട്ടുമ്പോൾ നാം അറിയാതെ നാം മലിനപ്പെടുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ മാലിന്യത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. അപ്രകാരം ഒരു വിടുതലിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: ഹൃദയശുദ്ധിയുള്ളവരാവുക. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നതും നമ്മുടെ പ്രവൃത്തികളായി വെളിപ്പെടുന്നതും. ഹൃദയം ചിന്തിക്കുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് നാവിലൂടെ ശബ്ദമായി വചനമായി പുറത്തു വരുന്നത്. ഒരാളുടെ ഉള്ളിൽ ചിന്തിക്കാത്തതൊന്നും നാവിലൂടെ പുറത്തു വരില്ല. തത്ത ഒരു പക്ഷേ മനുഷ്യൻ പറയുന്നത് കേട്ട് ഏറ്റുപറയുന്നത് ചിന്തിച്ചിട്ടാകണമെന്നില്ല. പക്ഷേ മനുഷ്യൻ പറയുന്ന വാക്കുകളെല്ലാം ഉള്ളിൽ ആദ്യം മനനം ചെയ്തിട്ട് അത് പുറത്തേക്ക് ഒഴുകുന്നതാണ്.
മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെ രൂപം കൊള്ളുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ രൂപം കൊള്ളുന്ന ചിന്ത തിന്മയാണ്. ഇപ്പോൾ ഒരാൾ ഒരു പ്രതികാരദാഹത്തോടെ ഒരു കൊലപാതകം ചെയ്യാനോ ഒരാളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാനോ ഉള്ളിൽ തീരുമാനിച്ചിട്ടാണത് പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഹൃദയമാണ് ആ പാപത്തിൻ്റെ കേന്ദ്രസ്ഥാനമെന്ന് തിരിച്ചറിയുക. ഉള്ളു ശുദ്ധിയായാൽ ഒരു മനുഷ്യൻ മുഴുവനും ശുദ്ധിയാകും. ഉള്ളു കളങ്കമുള്ളതാണെങ്കിൽ ഒരു മനുഷ്യൻ എത്ര പകിട്ടോടെ നടന്നാലും, എത്ര വെണ്മയുള്ള വസ്ത്രം ധരിച്ചാലും, എത്ര മധുരമായി സംസാരിച്ചാലും, എവിടെയൊക്കെ ഏത് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചാലും ആൾ യോഗ്യനോ വിശുദ്ധനോ ആകില്ല ദൈവമക്കളെ. ഒരുപക്ഷെ ലോകത്തെ കബളിപ്പിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ നാടകങ്ങളെല്ലാം വളരെ മനോഹരമായി ആടിത്തീർക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്ക് യോഗ്യത കണ്ടെത്താൻ കഴിയുമോ? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ വായ്ക്കകത്തുകൂടെ അകത്തേക്ക് ചെല്ലുന്നത് ഒന്നുമല്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ്, അവൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നവ തന്നെ. എന്ന് വെച്ചാൽ ഭക്ഷണപാനീയങ്ങൾ ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതല്ല അശുദ്ധിയുടെ മാനദണ്ഡം. ഭക്ഷണപാനീയങ്ങളെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പലപ്പോഴും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വന്തം പാപത്തെ നീതീകരിക്കാൻ വേണ്ടി ഏത് ദൈവവചനത്തെയും പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ആളുകൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ മദ്യപിക്കുന്നത് എങ്ങനെ പാപമാകും? മറ്റെന്തെങ്കിലും അശുദ്ധമായത് ഭക്ഷിക്കുന്നതോ പുകവലിക്കുന്നതോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ എങ്ങനെ പാപമാകും? അകത്തേക്ക് ചെല്ലുന്നതൊന്നും ആളെ അശുദ്ധനാക്കുന്നില്ലെന്നാണല്ലോ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് അത്തരം വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാൽ ദൈവമക്കളെ തിരിച്ചറിയുക, ആ രീതിയിലല്ല കർത്താവ് അത് സംസാരിച്ചത്. കർത്താവ് ഇവിടെ പറഞ്ഞത് മനുഷ്യൻ്റെ വിശപ്പടക്കാൻ വേണ്ടി കഴിക്കുന്ന ആഹാരങ്ങൾ അവനെ അശുദ്ധനാക്കുന്നില്ല. അതിൻ്റെ സമയമോ അതിൻ്റെ നിഷ്ഠയോ ഒന്നുമല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇത് പറഞ്ഞ സാഹചര്യം മനസ്സിലാക്കണം. ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്ന് കുറ്റം കണ്ടെത്തി നിൻ്റെ ശിഷ്യന്മാർ വിശുദ്ധിയില്ലാത്തവരാണെന്ന് യേശുവിനോട് വാദിക്കാൻ വന്ന മതനേതൃത്വത്തോടാണ് കർത്താവ് പറഞ്ഞത്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതല്ല, അകത്തേക്ക് ചെന്ന ഭക്ഷണമല്ല അവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ രൂപപ്പെടുന്ന പാപചിന്തകളാൽ നാവിൽ നിന്ന് പുറത്തു വരുന്ന മലിനവാക്കുകളും കയ്യിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധ പ്രവൃത്തികളുമാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം കാണിക്കാതെ കർത്താവ് പറഞ്ഞ വാക്കിനെ വ്യാഖ്യാനിച്ച് വഷളാക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? എവിടെയാണ് കർത്താവ് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഉള്ളാണ് ഏറ്റവും കൂടുതൽ പാപം രൂപം കൊടുക്കുന്നത്? ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പേര് ഭക്തരാണെന്ന് പറയുന്നു, പക്ഷേ ഉള്ളു നിറച്ചും പകയാണ്. സ്വന്തം ഭർത്താവിനോടുള്ള വൈരാഗ്യം ഉള്ളിലിട്ടുകൊണ്ട് മുടങ്ങാതെ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനായിടങ്ങളിലും ദൈവാലയങ്ങളിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഹൃദയശുദ്ധിയില്ല, ഉള്ളിൽ വൈരാഗ്യമാണ്, വിദ്വേഷമാണ്, പകയാണ്, വെറുപ്പാണ്, കോപമാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണുക? യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് അറിയണമെങ്കിൽ പങ്കാളിയെ കാണുമ്പോൾ അവരുടെ മുഖഭാവം മാറുന്നതറിയാം. കഴിഞ്ഞ നാളിലൊരു സഹോദരി പറഞ്ഞു, ഞാൻ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമെന്നൊക്കെ തോന്നും, പക്ഷേ അയാളെ നേരെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. പിന്നെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചാൽ വളരെ റോങ്ങായ വാക്കുകളാണ് എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് പിന്നെ വരുന്നത്. അയാളൊരു കുറ്റവാളിയാണെന്ന ബോധമാണ് എന്നെ അയാളുടെ മുമ്പിൽ നിർത്തുമ്പോൾ എന്നെ ഭരിക്കുന്നത്. മാറിയിരിക്കുമ്പോൾ ഓർക്കും ക്ഷമിച്ചേക്കാം, പള്ളിയിൽ ചെല്ലുമ്പോൾ ഓർക്കും ക്ഷമിച്ചേക്കാം, പക്ഷെ നേരെ കാണുമ്പോൾ ഇത് സാധിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇത് തന്നെയല്ലേ പല ഭർത്താക്കന്മാരുടെയും അവസ്ഥ. സ്വന്തം ഭാര്യ ചെയ്ത ചില തെറ്റുകളെ മറക്കാൻ കഴിയാതെ അത് ഉള്ളിലിട്ട് മനനം ചെയ്ത് അത് പെരുപ്പിച്ച് അത് ഭീമാകാരമായി പിന്നെ ആളോട് ആക്രോശിക്കുകയോ മർദ്ദിക്കുകയോ ചീത്ത വിളിക്കുകയോ എപ്പോഴും കുറ്റപ്പെടുത്തുകയോ അപമാനിച്ച് സംസാരിക്കുകയോ ഏതെങ്കിലും വിധത്തിലൊക്കെ അവരെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഹൃദയശുദ്ധിയുള്ളവരാകുന്നത് എങ്ങനെയാണ്? സ്വന്തം ആങ്ങളവെങ്ങന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ മുമ്പെങ്ങോ അവർ ചില തെറ്റുകൾ ചെയ്തു കാണും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം. അവരോട് സമ്പർക്കമില്ലാതെ അവരെ ഉപദ്രവിച്ച് അവരുടെ സാധ്യതകളൊക്കെ മുന്നിൽ വഴി തടഞ്ഞ് അവരുടെ പേരിൽ കേസ് കൊടുത്ത്
അവരോടുള്ള വൈരാഗ്യം ഉള്ളിലിട്ടുകൊണ്ട് ഒരാൾ ദൈവസന്നിധിയിൽ ഭക്തനെന്നും ഭക്തയെന്നും നടിച്ച് പ്രാർത്ഥിക്കാൻ വന്നാൽ കർത്താവ് അവരെ കാണുന്നത് ഏത് കണ്ണുകൊണ്ടായിരിക്കും? ഹൃദയത്തിൽ കണിക പോലും ശുദ്ധിയില്ലാത്ത ആളുകൾ, ഉള്ളു നിറച്ച പൈശൂന്യവും പകയും വെച്ചിരിക്കുന്ന ആളുകൾ, ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവം മുമ്പിൽ നീതീകരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അത് ദൈവം അംഗീകരിക്കുക? അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അവരുടെ മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതിനവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ടാകാം. അവരെന്നെ സ്നേഹിച്ചില്ലെന്നോ, എനിക്ക് വേണ്ടി കരുതിയില്ലെന്നോ, എനിക്കൊന്നും തന്നില്ലെന്നോ, സ്വത്ത് പങ്കിട്ടപ്പോൾ എന്നെ കബളിപ്പിച്ചുവെന്നോ, എന്നെ പഠിപ്പിച്ചില്ലെന്നോ, എനിക്ക് വേണ്ടി പണം മുടക്കിയില്ലെന്നോ, എൻ്റെ വിവാഹം നടത്തിയ വേളയിൽ എനിക്ക് വേണ്ടവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തു തന്നില്ലെന്നോ, അല്ലെങ്കിൽ എന്നെ അബദ്ധത്തിൽ കൊണ്ടുപോയി വീഴ്ത്തിയെന്നോ ഒക്കെ പറഞ്ഞ് പല കാരണങ്ങളാൽ സ്വന്തം അപ്പനെ സ്വന്തം അമ്മയെ വെറുത്ത് അവരുമായി മിണ്ടാതെ അവരുമായി അകലങ്ങളിട്ട് അവരെ ശപിച്ച് അവരെ പ്രാഗി അവരെ കുറ്റപ്പെടുത്തി അവരെ അപമാനിച്ചു അവരെക്കുറിച്ച് ദോഷം പറഞ്ഞ് നടക്കുന്ന ധാരാളം മക്കളുണ്ട്. പക്ഷേ ലോകത്തവർ ഭയങ്കര ഭക്തരായിട്ടൊക്കെയാണ് നടിക്കുന്നത്. ദൈവമക്കളെ, ഇങ്ങനെയുള്ള വേഷം കെട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലവാകുമോ? ആന്തരിക വിശുദ്ധി കണ്ടെത്തണം. ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിച്ചും പൊറുക്കേണ്ടതെല്ലാം പൊറുത്തും മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുത്തും മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ചും രമ്യതയുടെ സമാധാനത്തിൻ്റെ ഒരു ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ഹൃദയത്തിൽ അടിവരയിട്ട് ഉറപ്പിക്കണം ദൈവമക്കളെ. അല്ലെങ്കിൽ കളങ്കപ്പെട്ടിരിക്കുന്നു, കളങ്കത്തിലാണ് ജീവിക്കുന്നത് എന്നതിന് തർക്കമൊന്നുമില്ല. ഇതുപോലെ പല മാതാപിതാക്കൾക്കും സ്വന്തം മക്കളോട് ഭയങ്കര വൈരാഗ്യമാണ്. അവരെന്നെ കണ്ടില്ല, അവരെന്നെ കരുതിയില്ല, എനിക്ക് പണം തന്നില്ല, എന്നെ സംരക്ഷിച്ചില്ല, എന്നെ ശുശ്രൂഷിച്ചില്ല, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഇങ്ങനെ ന്യായീകരണങ്ങൾ പലതവർക്ക് പറയാനുണ്ട്. അതിൻ്റെ പേരിൽ മക്കളെ ശപിച്ചും പ്രാഗിയും കുറ്റപ്പെടുത്തിയും കാണുമ്പോഴെല്ലാം ചീത്ത വിളിച്ച് നടക്കുന്ന അപ്പനമ്മമാരുണ്ട്. അവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഹൃദയശുദ്ധി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണുക? ദൈവത്തെ കാണാനുള്ള മാനദണ്ഡം അതാണ്. ശരീരം കഴുകി വെടിപ്പാക്കിയാൽ പോരാ, വെണ്മയുള്ള വസ്ത്രം ധരിച്ചാൽ പോരാ, ഹൃദയശുദ്ധി കണ്ടെത്തണം. ആന്തരിക ശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ആന്തരിക മുറിവുകൾ ആഴമായി സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഒത്തിരി പേര് ഭക്തിയുടെ പുറംകുപ്പായമിട്ട് വേഷം കെട്ടിയാടുന്നത്. ഇന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന പലരുടെയും ഉള്ളിൽ അസാമാന്യമായ കയ്പും വെറുപ്പുമാണ്. മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി ഘോരഘോരം പ്രസംഗിക്കും, മനോഹരമായി ക്ലാസ് എടുക്കും, ഒരുപക്ഷെ വളരെ ചിട്ടയായി കാര്യങ്ങൾ പറയും. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ഇരുണ്ട ഇടങ്ങളുണ്ട്. ഒരുപാട് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ പകയുടെ കഥകളുണ്ട്, കനലുകളുണ്ട്. ദൈവമക്കളെ, ഇവിടെയാണ് ആന്തരിക വിശുദ്ധി അനിവാര്യമായി തീരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് ലേഖനകർത്താവ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇത് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ഒത്തുവാക്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവരേ ദൈവത്തെ കാണുകയുള്ളൂ. അവിടെയും പറഞ്ഞത് അത് തന്നെയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്ന പ്രശ്നമില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് കർത്താവിനെ കാണാൻ വേണ്ടിയാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് പോയത് ഞാൻ വീണ്ടും വരുമെന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനാണ് പോകുന്നത്, മണവറ ഒരുക്കാനാണ് പോകുന്നത്, ഞാൻ മടങ്ങി വരുമെന്ന് തന്നെയാണ് അവിടുത്തെ വാഗ്ദത്തം. അപ്പോൾ കർത്താവ് വരും, കർത്താവിനെ കാണണം എന്നുള്ളതാണ് എല്ലാവരുടെയും, വിശ്വാസികളായ എല്ലാവരുടെയും മോഹം. വിശ്വാസികളെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളല്ല, വിശ്വാസികളെന്ന പേരിൽ വേഷം കെട്ടി നടക്കുന്നവരല്ല. യഥാർത്ഥ വിശ്വാസികളുടെ ജീവിതത്തിലെ ദാഹവും മോഹവുമാണ് യേശുവിനെ കാണുക, ദൈവത്തെ ദർശിക്കുക എന്നുള്ളത്. മഹാപ്രതാപത്തോടെ കർത്താവ് വീണ്ടും വരും. അന്നാളിൽ അവനെ ദർശിക്കാൻ ഭാഗ്യമുണ്ടാകണമെങ്കിൽ അതിനുള്ള മാനദണ്ഡമാണ് ഈ പറഞ്ഞത്. ശുദ്ധീകരണം പ്രാപിക്കണം. ആന്തരിക വിശുദ്ധിയാണ് എല്ലാ വിശുദ്ധിയുടെയും മാനദണ്ഡം. ഉള്ളു നന്നാകാതെ ഒരു മനുഷ്യൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും നന്നാകില്ല. ഇവിടെ പലരും മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, കൊലപാതകത്തോട് വിട പറഞ്ഞു, വ്യഭിചാരവും നിർത്തി. പക്ഷെ ഉള്ളിലെ പക, ഉള്ളിലെ വെറുപ്പ്, ഉള്ളിലെ കോപം, ഉള്ളിലെ ഈർഷ്യത, ഉള്ളിലെ കയ്പ് ഇത് മാറ്റിക്കളഞ്ഞിട്ടില്ല. ആളുകളോട് ചിരിക്കാൻ പറ്റുന്നില്ല,
തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഒരാൾ ശുദ്ധിയുള്ളയാളായി മാറും? ഇന്ന് പല ആളുകളും മാനസാന്തരപ്പെട്ടു എന്ന മനോഹരമായി ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മാനസാന്തരത്തിലൊരു വലിയ കുഴപ്പമുണ്ട്. അവർ ലോകർ കാണുന്ന പാപങ്ങളോടൊക്കെ വിട പറഞ്ഞു ആന്തരികമായ പാപങ്ങളോടും ഭാവങ്ങളോടും തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം പറഞ്ഞിട്ടാണ് വിശുദ്ധീകരണം ആചരിക്കാനായിട്ട് പറഞ്ഞത്. ആ മാനദണ്ഡം ഇതാണ്: എല്ലാവരോടും സമാധാനം ആചരിക്കുക. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ നാമുമായി സമ്പർക്കം ചെയ്യുന്ന എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി. അപ്പോൾ എല്ലാവരോടും, അപ്പനോട് അമ്മയോട്, ജ്യേഷ്ഠനോട് അനുജനോട്, ആങ്ങളയോട് പെങ്ങളോട്, അപ്പനോട് അമ്മയോട്, മകനോട് മകളോട്, സഹപ്രവർത്തകരോട്, മേലുദ്യോഗസ്ഥന്മാരോട്, കീഴിൽ ജോലി ചെയ്യുന്നവരോട്, എല്ലാവരോടും, ആമേൻ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അതാണ് ശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ സ്വന്തം മനസാക്ഷിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഈ കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ? ശരിക്കും മനസാക്ഷി ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. ഇല്ലാഞ്ഞാൽ കർത്താവിനെ കാണാൻ കഴിയില്ല. കർത്താവിനെ കാണണ്ടേ പ്രിയപ്പെട്ടവരെ? മഹത്വത്തിൻ്റെ മഹാരാജാവ് മഹാപ്രതാപത്തോടുകൂടെ മധ്യാകാശത്ത് എഴുന്നള്ളി വരുമ്പോൾ ആ മഹത്വ രാജാവിനെ കാണണ്ടേ നമുക്ക്? കാണാനുള്ള മാനദണ്ഡമാണ് ഈ പറഞ്ഞത്. വിശുദ്ധീകരണം സംഭവിക്കണം. അത് മഹാഭാഗ്യമാണ്. ആ ഭാഗ്യത്തിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കിയേ മതിയാകൂ. ഇരുന്ന് പരിശോധിക്കണം, ഞാൻ എവിടെയാണ് ഇനിയും മാറേണ്ടത് അല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടത്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കയ്പ് ആരെക്കുറിച്ചുള്ളതാണ്? ഏത് വിഷയത്തെക്കുറിച്ചുള്ളതാണ്? വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഒരുപക്ഷെ ചതി ചെയ്തതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറി നിങ്ങളോട് തിന്മ പ്രവർത്തിച്ചതിനെക്കുറിച്ചാകാം, നിങ്ങളോട് ദോഷം ചെയ്തതിനെക്കുറിച്ചാകാം, നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് അവർ തട്ടിയെടുത്തതിനെക്കുറിച്ചാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടതാകാം, ഒരുപക്ഷെ നിങ്ങൾ സഹായം ചോദിച്ചിട്ട് ഒരാൾ സഹായിക്കാതിരുന്നതാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾ കാരണം കൂടാതെ നിങ്ങളെ അവർ ശാസിക്കുകയോ വഴക്കു പറയുകയോ ചെയ്തതുകൊണ്ടാകാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കയ്പോ വെറുപ്പോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? അതൊന്ന് പരിശോധിക്കണം. സ്വന്തം ഹൃദയത്തിൻ്റെ നില വിശുദ്ധമാക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ യോഗ്യതയോടെ നിൽപ്പാനും മഹത്വരാജാവിനെ സകല പ്രതാപത്തോടും കൂടെ ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ ഹൃദയശുദ്ധി കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ഭാഗ്യകരമായ സംഗതി, എന്നാൽ ഏറ്റവും ക്ലേശകരമായ സംഗതി. ഉള്ളെന്താണ് ചിന്തിക്കുന്നത്? നിർഭാഗ്യാവശാൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ സ്വാർത്ഥരാണ്. അവരവരുടെ ഇഷ്ടങ്ങളും ഇച്ഛകളുമാണ് എല്ലാവരെയും ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള പ്രയാസം എല്ലാവർക്കുമുണ്ട്. അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ താഴുവാനോ മറ്റുള്ളവരോടൊന്ന് ക്ഷമിക്കുവാനോ ഒന്ന് ചെറുതാകാനോ ഉള്ള മനസ്സില്ലായ്മ നമ്മളെ ഭയങ്കരമായി തിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭയാനകമായ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. ഇതിൽ നിന്ന് നാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇരുന്ന് നല്ലവണ്ണം ചിന്തിക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കഴിഞ്ഞൊരു 10 മിനിറ്റെങ്കിലും കണ്ണടച്ചിരുന്ന്, അല്ലെങ്കിൽ ഇന്ന് സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും ഒറ്റയ്ക്കൊന്ന് മാറിയിരുന്ന് സ്വന്തം ജീവിതത്തെ ഒന്ന് ഓർമ്മയുള്ള നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്ന് പരിശോധിക്കാമോ? അങ്ങനെ പരിശോധിച്ച് വന്നാൽ ഇപ്പോഴും ശുദ്ധീകരണം നടന്നിട്ടില്ല എന്ന വലിയ കണ്ടെത്തലിലേക്ക് വരാൻ പറ്റും. ദൈവത്തെ മുഖാമുഖം കാണുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ്. കർത്താവ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാണുന്ന നാളിൽ എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിന് തുല്യരായി മാറുമെന്ന്. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ യേശുമശിഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുക്കളുടെ പ്രത്യേകത അത് നിഷ്കളങ്കത എന്നുള്ളതാണ്.
അവർക്ക് കളങ്കം എന്താണെന്ന് അറിയില്ല, വഴക്ക് കൂടാൻ അറിയില്ല. അതൊക്കെ അവരെ പഠിപ്പിക്കുന്നത് നമ്മളാണ്. ഒരു ശിശുവിന് എല്ലാം മറന്ന് ചിരിക്കാൻ കഴിയും, നന്നായിട്ട് പുഞ്ചിരിക്കാൻ കഴിയും. ലോകത്തെ ഏറ്റവും നല്ല പുഞ്ചിരി ഒരു ശിശുവിൻ്റെ പുഞ്ചിരിയാണ്. അതുപോലെ പിന്നെ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ കരയാൻ കഴിയും. വേറെ പരാതികളോ പരിഭവങ്ങളോ വഴക്കോ വക്കാണമോ ഒന്നും ശിശുവിലില്ല. മാനസികമായി നിങ്ങൾ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ശിശുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആര് പ്രവേശിക്കും? ഇതാണിപ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. നമുക്കൊക്കെ അത് കഴിയും പ്രിയപ്പെട്ടവരെ. നിഷ്കളങ്കരായി നാം മാറണം. ഇന്നസെൻ്റ് എന്ന് പേരിട്ട കാര്യമില്ല, ഇന്നസെൻ്റായി തീരണം. എല്ലാ അർത്ഥത്തിലും നാം അങ്ങനെ ആകണം. കളങ്കമില്ലാത്തവരായി, നല്ല മനസാക്ഷിയുള്ളവരായി, ശുദ്ധ ഹൃദയമുള്ളവരായി നാം തീരണം. അങ്ങനെയൊരു തലത്തിലേക്ക് നാം വളരുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പുതുക്കം സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ, പരിപാവനമാണെങ്കിൽ, അവിടെയാണ് ദൈവം അധിവാസം കൊള്ളുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണമെങ്കിൽ, ദൈവം ഇറങ്ങിപ്പാർക്കണമെങ്കിൽ, പരിശുദ്ധനായ ദൈവത്തിന് താമസിക്കത്തക്കവണ്ണം നമ്മളുടെ അന്തരംഗം പരിപാവനമാക്കണം. പരിശുദ്ധനായ ദൈവം കളങ്കമുള്ളിടത്ത്, പാപമുള്ളിടത്ത്, അശുദ്ധി ഉള്ളിടത്ത് താമസിക്കില്ല. നമ്മുടെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ, പരിപാവനമാണെങ്കിൽ അവിടെ ദൈവാധിവാസമുണ്ടാകും. പിന്നെ നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ കാഴ്ചകൾ കാണിക്കുന്നതും, നമ്മളെ ചിന്തിപ്പിക്കുന്നതും, നമ്മളെ നടത്തുന്നതുമൊക്കെ പരിശുദ്ധാത്മാവാണ്. ഉള്ളിൽ ദൈവാത്മാവ് വസിക്കണമെങ്കിൽ ഉള്ള ശുദ്ധിയുള്ളതായേ മതിയാവൂ. ഇനി ഒരാളുടെ ഉള്ള ശുദ്ധിയുള്ളതല്ലെങ്കിൽ പിന്നെ ആ ഉള്ളിൽ താമസിക്കുന്നത് അശുദ്ധിയുടെ പങ്കാളിയാണ്, കൂട്ടാളിയാണ്. അത് പിശാചാണ്. ചില ആളുകളുടെയെങ്കിലും ഉള്ളിൽ ഇന്ന് താമസിക്കുന്നത് പിശാചാണ്. അവരെന്ത് കണ്ടാലും അതിനകത്ത് അവരുടെ ദൃഷ്ടി അന്വേഷിക്കുന്നത് ദോഷമുള്ളതാണ്. ഏത് വാക്ക് സംസാരിച്ചാലും അതിനകത്ത് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും അവർ കുത്തിത്തിരുകും. എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവിടെയൊക്കെ അവർ പ്രവർത്തിക്കുന്നത് ദോഷമായിരിക്കും. അവർ നടക്കുന്നത് ദോഷത്തിന് വേണ്ടിയും ദോഷത്തിലേക്കുമായിരിക്കും. ഉള്ളിൽ പിശാച് വസിക്കുന്നത് കൊണ്ടാണ് ഈ വിധത്തിൽ ആളുകളായിത്തീരുന്നത്. ചില ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരെപ്പോഴും ദോഷം മാത്രം ചിന്തിക്കുന്നവരും, അത് മാത്രം പറയുന്നവരും, അത് മാത്രം പ്രവർത്തിക്കുന്നവരും, വളരെ വഷളായി ജീവിക്കുന്നവരുമാണ്. കാരണം എന്താ? ഉള്ളിൽ വസിക്കുന്നത് പിശാചാണ്. പിശാചാണ് അവരെ നിയന്ത്രിക്കുന്നത്. തത്വത്തിൽ അവർ അശുദ്ധരായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അവർക്ക് മാറാം. അവരൊന്ന് അനുദപിക്കുകയും ഒന്ന് പൊട്ടിക്കരയുകയും കണ്ണുനീരിലൊന്ന് സ്വയം മുക്കിക്കഴുകുകയും ഒരു നല്ല കുമ്പസാരം നടത്തുകയും ചെയ്താൽ അവരുടെ ഹൃദയം പരിപാവനമാവുകയും അതിലേക്ക് ദൈവം വന്ന് വസിക്കുകയും അവരുടെ സ്വഭാവം മാറുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞ നാളിൽ ഒരുപാട് പേരുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഞാൻ പലരെയും അങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അടുക്കാൻ കഴിയാത്ത കുഴപ്പങ്ങൾ മാത്രം സൃഷ്ടിച്ചിരുന്ന ആളുകളാണ് അവരിൽ പലരും. പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, ഒരാട്ടിൻകുട്ടിയെപ്പോലെ അവർ ശാന്തരാണ്. വളരെ സൗമ്യതയുള്ളവരും വളരെ ഭക്തരുമായിട്ട് അവർ ജീവിക്കുകയാണ്. ദൈവമക്കളെ, ശുദ്ധഹൃദയത്തിനുടമകൾ ഹൃദയത്തിൽ കർത്താവിനിടം കൊടുത്തിരിക്കയാൽ അവർ ഭാഗ്യമുള്ളവരാണ്. അശുദ്ധ ഹൃദയത്തിനുടമകൾ ഹൃദയത്തിൽ പിശാചിനിടം കൊടുത്തിരിക്കയാൽ അവർ നിർഭാഗ്യവാന്മാരാണ്. പരിശുദ്ധനായ ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കട്ടെ. നമുക്ക് വിശുദ്ധരും ഭാഗ്യമുള്ളവരുമായി ജീവിക്കാം. സ്വന്തം ഹൃദയം മലിനപ്പെട്ടു പോയി എന്ന്, അതിൽ അശുദ്ധി കൂടുകൂട്ടിയിരിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദാവീദ് നിലവിളിച്ചതുപോലെ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ഉള്ളുനുറുങ്ങി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അനുതാപം നമ്മിൽ സംഭവിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ അടിയങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടത് ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന്, അവരുടെ ഭാഗ്യം അവർ ദൈവത്തെ കാണുമെന്നുള്ളതാണ് എന്നാണ്. ഈ കേട്ട ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു ദൈവമേ. എന്നാൽ ഞങ്ങൾക്ക് കരയാൻ കാരണമുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധി ഞങ്ങൾ സൂക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അധിവാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം മുതലെടുത്ത് പിശാച് ഞങ്ങളിൽ പലരുടെയും ഉള്ളിൽ കടന്ന് കൂടുകൂട്ടി. നന്മയായതൊന്നും കാണാനോ നന്മയായതൊന്നും പറയാനോ നന്മയായതൊന്നും പ്രവർത്തിക്കാനോ ഞങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. തിന്മയായത് മാത്രം കാണുകയും അതുമാത്രം അന്വേഷിക്കുകയും അതുമാത്രം പറയുകയും അതുമാത്രം പ്രവർത്തിക്കുകയും ചെയ്തു എന്നൊരു മഹാദോഷം ഞങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. ദൈവമേ, ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങൾക്ക് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകണം. വിനയപൂർവ്വം താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളെ താങ്ങുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു തമ്പുരാനെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Testimony